Okay, so good morning. Okay, so we will see the second lecture of operations research today. അപ്പോൾ ഇതിൽ നമ്മൾ സിലബസിൽ എത്തുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഒരു റെക്കോർഡ് ക്ലാസ് തരാം, അതാവും നന്നാവുക. കാരണം നമ്മൾ അതിന് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വിൽ ജസ്റ്റ് സീ ദാറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഇതായിരുന്നു, അതായത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താണ്, അതുപോലെ കോൺവെക്സ് സെറ്റ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താണ്, ഇഫ് യു ടേക്ക് സേ ന്യൂക്ലിയർ സ്പേസ് Rn and if you take two points x1 and x2 in Rn, then the point x given by 1 minus lambda times x1 plus lambda times x2 where 0 less than equal to lambda less than equal to 1 is called the convex linear combination of x1 and x2. ഈ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലിനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലിയർ കോമ്പിനേഷൻ നമ്മൾ കോൺവെക്സ് ലിയർ കോമ്പിനേഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ അതുപോലെ പറഞ്ഞു എന്താണ് കോൺവെക്സ് സെറ്റ് നമ്മൾ പറഞ്ഞു. അതായത് സെറ്റ് എസ് സബ്സെറ്റ് ഓഫ് Rn is said to be convex if the convex linear combination of any two points in S belongs to S. അതായത് എസ്സിലുള്ള ഏത് രണ്ട് പോയിന്റ്സിൻ്റെയും കോൺവെക്സ് കോമ്പിനേഷൻ എടുക്കുക, കോൺവെക്സ് ലിയർ കോമ്പിനേഷൻ എടുത്താൽ അത് ആ സെറ്റ് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എസ് കോൺവെക്സ് ആണെന്ന് പറയും. അതായത് or we can say that if x1 x2 belongs to S, then we should get that x also belongs to S, where x is nothing but this one. Okay, അത് x1 x2 എസ്സിൽ ഉണ്ടെങ്കിൽ എക്സും എസ്സിൽ ഉണ്ടാവും. എക്സ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലിനിയർ കോമ്പിനേഷൻ ഓഫ് x1 and x2 ആണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇത് കോൺവെക്സ് സെറ്റാണ് അല്ലേ, ഇത് കോൺവെക്സ് സെറ്റാന്ന് പറഞ്ഞു. അതുപോലെ ഇത് നമ്മൾ പറഞ്ഞു കോൺവെക്സ് സെറ്റ് അല്ല, കാരണം ഇത് R2 R2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, R2 ഒരു സബ്സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സ് എടുക്കുക. ഇതിൻ്റെ കോൺവെക്സ് ലിനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം അതിലെ കോൺവെക്സ് ലിനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം ഈ മൊത്തം ലൈനിലെ പോയിന്റ്സാണ് കിട്ടുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടും. ഒരു കോൺവെക്സ് ലിനിയർ കോമ്പിനേഷൻ ഒരു പോയിന്റാണ്. ഒരു ആൽഫ ഫിക്സ് ചെയ്യുമ്പം ഒരു ലാംഡ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, ഒരു പെർട്ടിക്കുലർ എക്സ് ആണ്. അങ്ങനത്തെ ഈ ലാംഡ 0 to 1 വേരി ചെയ്യുമ്പോൾ നമുക്ക് ഇത് x1 x2 എടുക്കുകയാണെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിന്റ്സാണ് കിട്ടുക. പക്ഷെ നമുക്ക് കാണാം ഈ ലൈനിലെ പോയിന്റ്സ് ഇപ്പോൾ സപ്പോസ് ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഈ സ്പേസിലില്ല. അപ്പോൾ ഇതൊരു കോൺവെക്സ് സെറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്കൊന്ന് നീങ്ങാം. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഒരു സെറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു n പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇഫ് യു ടേക്ക് പോയിന്റ്സ് സേ xi, അതായത് x1 x2 xn നിങ്ങൾ Rn എടുക്കുകയാണെങ്കിൽ and lambda is be non-negative real numbers for which summation I equal 1 to m lambda I 1 ആണെങ്കിൽ, അപ്പോൾ നേരത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കണം. നേരത്തെ കണ്ടീഷനിൽ പറഞ്ഞാൽ അവിടുത്തെ രണ്ട് ലാംഡ ഇതൊക്കെയായിരുന്നു, ലാംഡ 1 ലാംഡ 2 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് 1 മൈനസ് ലാംഡയും മറ്റേ ലാംഡ ആയിരുന്നു അല്ലേ നേരത്തെ കേസിൽ. അതായത് രണ്ട് എലിമെൻറ്റ്സ് വെച്ച് പറയും, രണ്ട് പോയിന്റ്സ് വെച്ച് പറയുമ്പോൾ അപ്പം അത് രണ്ട് സമയം എന്താ കിട്ടുക, 1 മൈനസ് ലാംഡ പ്ലസ് ലാംഡ പറഞ്ഞാൽ 1 ആണ് കിട്ടുക. ആ കണ്ടീഷൻ തന്നെ അവിടെ വരും, ജനറലൈസേഷൻ ആണ്. അപ്പം ഇവിടെ n പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ആൻഡ് n പോയിന്റ്സ് ഫ്രം Rn എടുക്കുകയാണ്. അതുപോലെ ലാംഡ ഐസ് ആർ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അതായത് സമ്മേഷൻ I equal 1 to m ലാംഡ ഐ, അതായത് ലാംഡ 1 പ്ലസ് ലാംഡ 2 എക്സെട്ര പ്ലസ് ലാംഡ m 1 ആണെങ്കിൽ x ഗിവൺ ബൈ ലാംഡ 1 x1 പ്ലസ് ലാംഡ 2 x2 എക്സെട്ര പ്ലസ് ലാംഡ n xn ഈസ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് xi. ഓക്കെ, xi ഇൻ Rn. അപ്പോൾ അതിനാണ് നമ്മളതിൻ്റെ, അതായത് n പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ആ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ജസ്റ്റ് ചെറിയൊരു ജനറലൈസേഷനാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു റിസൾട്ടാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. അതെന്താ പറയുന്നത് വെച്ചാൽ ഒരു തിയറമാണ്. പറയുന്നത് എന്താ വെച്ചാൽ ഫോർ എ സെറ്റ് കെ ടു ബി കോൺവെക്സ് ഇറ്റ് ഈസ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് ദാറ്റ് എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ. അതായത് ഒരു സെറ്റ് കെ അത് കോൺവെക്സ് ആവണമെങ്കിൽ, ഓക്കെ, സെറ്റ് കോൺവെക്സ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സെറ്റ് കെ ഈസ് കോൺവെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ. അപ്പോൾ ഇത് ആക്ച്വലി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഉണ്ട്. എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ എന്ന് പറയാൻ പറ്റും. അതാണ് റിസൾട്ട്. ഓക്കെ, അതിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയല്ല നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇട്ടാൽ പറയാം. അത് കെ സബ്സെറ്റ് ഓഫ് ആറിന് എടുത്തിട്ട് കെ ഈസ് കോൺവെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റിസൾട്ട്. സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ
നമുക്ക് സഫിഷ്യൻ പാർട്ട് ആദ്യം നോക്കാം. ഓക്കെ, സഫിഷ്യൻ പാർട്ട് ആദ്യം പ്രൂവ് ചെയ്യാം. അത് സപ്പോസ് നമുക്ക് അസ്യൂം ചെയ്യാം, സപ്പോസ് എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് that every convex linear combination of points in K belongs to the same set K. അങ്ങനെയാണെങ്കിൽ എത്ര പോയിന്റ്സ് എടുത്തിട്ടും ആ പോയിന്റ്സിനുള്ള കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആ സെറ്റിൽ ഉണ്ടെങ്കിൽ 2 പോയിന്റ്സ് എടുത്താലും അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. സോ സപ്പോസ് എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ കെ ബിലോങ്സ് ടു കെ, അങ്ങനെയെങ്കിൽ എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 പോയിന്റ്സ് ഓൾസോ വിൽ ബിലോങ് ടു ഇൻ കെ. അത് ശരിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? നമുക്കറിയാം കെ കോൺവെക്സ് ആവുന്ന ഡെഫിനിഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ്. സോ അതിന് ജസ്റ്റ് ഇവിടെ നിന്ന് മായ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത് ബൈ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് ബൈ ഇൻഡക്ഷൻ. സോ let us assume that K is convex, okay, and say every convex linear combination of say R points in K belongs to K ആണ് assume ചെയ്യാം. സപ്പോസ് അതായത് നമ്മൾ R number of points x1 x2 etc xr അത്രയും പോയിന്റ്സ് നമ്മൾ K എന്ന് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? we are assuming something like this. അതായത് K convex ആണെങ്കിൽ every convex linear combination of R points in K belongs to K എന്ന് നമ്മൾ assume ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? summation I equal 1 to R lambda I xi എന്ന് പറഞ്ഞാൽ Kയിൽ ഉണ്ടാവും, where xi belongs to K, and summation I equal 1 to R lambda I എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, where lambda is are all greater than equal to 0. So it is true. So we are assuming this part. ഇത്രയും നമ്മൾ assume ചെയ്യുന്നു. And as I told, we are going to do the proof by induction. അപ്പം now we will consider this summation. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് ശരിക്കും എന്താണ്? നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ K കോൺവെക്സ് ആണെങ്കിൽ എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ഇൻ K ബിലോങ്സ് ടു K എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഒരു R നമ്പർ ഓഫ് പോയിന്റ്സിന് നമ്മളത് അസ്യൂം ചെയ്തു, അത് ട്രൂ, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ R+1 പോയിന്റ്സിന് ശരിക്കും അത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, ബൈ ഇൻഡക്ഷൻ നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശരിക്കും R+1 പോയിന്റ്സ് എടുക്കുകയാണ്. അതായത് R+1 പോയിന്റ്സ് എന്നാൽ x1 x2 എക്സെട്ര xr+1 എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കോമ്പിനേഷൻ എടുക്കുകയാണ്. അതായത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്. സമ്മേഷൻ I equal 1 to R+1 mu I xi എന്ന് എടുത്തു, വേർ സമ്മേഷൻ I equal 1 to R+1 mu I equal to 1 and mu I is greater than equal to 0. ഓക്കെ, അപ്പോൾ കൂടെ എന്താ ശരിക്കും കാണിക്കേണ്ടത്? അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്? അപ്പം നമുക്ക് നമ്മൾ അസ്യൂം ചെയ്ത K കോൺവെക്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ K കോൺവെക്സ് ആണെന്നുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ എവറി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് R+1 പോയിന്റ്സ് ഇൻ K ബിലോങ്സ് ടു K എന്ന് കാണിക്കണം. R പോയിന്റ്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, R+1 പോയിന്റ്സ് അത് വർക്ക് ചെയ്യുമെന്ന് കാണിക്കണം. അപ്പോൾ ആ R+1 പോയിന്റ്സ് നമ്മൾ ഇവിടെ എടുത്തു, അതായത് x1 x2 എക്സെട്ര xr+1 എടുത്തു. അതിന് ശേഷം വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് സമ്മേഷൻ I equal 1 to R+1 mu I എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുപോലെ mu i's എല്ലാം greater than equal to 0 ആണ്. അങ്ങനത്തെ കുറച്ച് mu i's എടുത്തു. ഇത് നമുക്ക് കാണിക്കേണ്ടതാണ് ശരിക്കും ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എവിടെ ഉണ്ടെന്ന് കാണിക്കണം. ഇത് Kയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ നമ്മൾ പ്രൂഫായി. ഓക്കെ, അതായത് R+1 എലിമെൻറ്റ്സ് നമ്മൾ കാണിച്ചു എന്നാവും. അപ്പം ടു ഷോ ദാറ്റ്, അപ്പോൾ എന്താ കാണിക്കേണ്ടത്? ടു ഷോ ദാറ്റ് if K is convex, then summation I equal 1 to R+1 mu I xi belongs to K. Okay, mu I summation we have to show mu I xi belongs to K എന്ന് കാണിക്കണം. ഓക്കെ, സമ്മേഷൻ I equal 1 to R+1 mu I xi belongs to K എന്ന് കാണിക്കണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു സമ്മേഷൻ ഉണ്ട്. എങ്ങനെയാണ് സമ്മേഷൻ ഉള്ളത്? നമ്മുടെ അടുത്ത് mu1 x1 പ്ലസ് mu2 x2 എക്സെട്ര പ്ലസ് mu r xr പ്ലസ് mu r+1 xr+1 എന്ന് പറഞ്ഞ ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ട് ഇവിടെ. സോ ഹിയർ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അതായത് mu r+1 അഥവാ 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ mu r+1 0 ആണെങ്കിൽ എന്തായി? അപ്പോൾ mu r+1 0 ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് ഓക്കെ അല്ലേ? കാരണം mu r+1 0 ആണെങ്കിൽ അവിടെ ശരിക്കും R ടേംസേ അപ്പോൾ വരുന്നുള്ളൂ. അപ്പം വി ഓൾറെഡി ഹാവ് ദാറ്റ് ഇഫ് K is convex, then R ടേംസിന്
അല്ല, ആർ പോയിന്റ്സിന് ശരിക്കും അത് ഓക്കെ ആണ്. അത് ഇറ്റ് ഇംപ്ലൈസ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ mu r plus 1 0 ആണെങ്കിൽ obviously ഇത് by hypothesis actually we have that the result follows. Okay, but if mu r plus 1 is not equal to 0, mu r plus 1 0 അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ mu r plus 1 0 അല്ല, നമുക്ക് എന്ത് ചെയ്താം, നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പറ്റും. mu r plus 1 0 അല്ലെങ്കിൽ summation I equal 1 to r plus 1 mu i xi നെ ആദ്യത്തെ r ടേംസ് ഒരു സമ്മേഷനിൽ എഴുതുക. ഓക്കെ, ആദ്യത്തെ r ടേംസ് ഒരു സമ്മേഷനിൽ എഴുതുക, എന്നിട്ട് അവസാനത്തെ ടേം മാറ്റി എഴുതുക. അതായത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സമ്മേഷനിൽ എഴുതുക, ഇയാളെ മാത്രം മാറ്റി എഴുതുക. അപ്പോൾ ഈ സമ്മേഷനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അത് സമ്മേഷൻ I equal 1 to r mu i, സമ്മേഷൻ I equal 1 to r mu i xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ I equal 1 to r mu i പ്ലസ് mu r plus 1 into xr plus 1 എന്ന് എഴുതാൻ പറ്റും. അപ്പം അതിനെങ്ങനെ മാറ്റി എഴുതാം? ഇതിനെനിക്ക് ശരിക്കും വീണ്ടും ഇത് ഇവിടെ തന്നെ ഫോളോ ചെയ്യും. എന്നിട്ട് ഇതിനെ എനിക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സമ്മേഷൻ I equal 1 to r സം ലാംഡ i ടൈംസ് xi എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ പ്ലസ് mu r plus 1 xr plus 1. അപ്പോൾ ഇത് ശരിക്കും എന്ത് ഫോമായി? ഇതൊരു സമ്മേഷൻ I equal 1 to r mu i ഇൻറ്റു സം പോയിൻറ്റ് പ്ലസ് mu r plus 1 xr plus 1 ആയി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ആർ പോയിൻറ്റ്സിൻ്റെ സം അല്ലേ, ആർ പോയിൻറ്റ്സിൻ്റെ ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് എവിടെ ഉണ്ട്? അത് കെ തന്നെ ഉണ്ട്, നമുക്കറിയാം അല്ലേ. അത് നമ്മൾ തുടങ്ങിയ കെയിൽ തന്നെ ഉണ്ട്, നമ്മൾ ഹൈപ്പോത്തിസിസ് വെച്ച് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അത് കെയിൽ തന്നെ ഉണ്ടെന്ന് അറിയാം. അതുപോലെ ഈ XR plus 1 നമ്മളിപ്പോൾ എടുക്കുന്ന എവിടെ നിന്നാണ്? കെ എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഈ സമ്മേഷൻ നമുക്ക് ഒരു എലിമെൻ്റ് ആണല്ലോ ശരിക്കും ഇത്. ആ എലിമെൻറ്റ് നമുക്ക് y എന്ന് വിളിക്കാം. കെയിലുള്ള ആ എലിമെൻ്റ് ആണ് y എന്ന് വിളിക്കാം. അപ്പോൾ ശരിക്കും എന്തായി? ഒരു 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 കോൺസ്റ്റൻറ്റ്, ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു y പ്ലസ് mu r plus 1 ഇൻറ്റു XR plus 1 എന്ന് കിട്ടി. ഓക്കെ, XR plus 1 എന്ന് കിട്ടി. ആൻഡ് ഓൾസോ വി ഹാവ് ദറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് y കെയിലുള്ള എലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ സമ്മേഷൻ I equal 1 to r plus 1 mu i 1 ആണ്. അപ്പോൾ നമ്മൾ എന്താണുള്ളത്? നമ്മളിൽ കെ കോൺവെക്സ് ആണെന്നുണ്ട്. കെ കോൺവെക്സ് ആണെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുക? അതായത് കെ കോൺവെക്സ് ആണെങ്കിൽ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എനി ടു പോയിന്റ്സ് ഇൻ കെ എന്തായിരിക്കും? കെ തന്നെ ഉണ്ടാവും. അപ്പം ഇത് രണ്ട് പോയിന്റ്സ് ആണ്, ഇതൊരു രണ്ട് പോയിന്റ്സ് ആണ്, XR plus 1 വൈയും. ഇത് കെയിൽ രണ്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവരുടെ കെ കോൺവെക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം കെ കോൺവെക്സ് ആണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എവിടെ ഉണ്ടാവും? ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഇത് എന്തായി? ശരിക്കും നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ റിസൾട്ട് ട്രൂ ആയി. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ആർ പ്ലസ് 1 എൻട്രീസ് ഉള്ളതിനെ നമ്മൾ 6 എണ്ണം ഒരുമിച്ച് എഴുതി, ആ ആർ പ്ലസ് 1 എൻട്രീനെ വേറെ എഴുതി, അതിന് രണ്ട് പോയിന്റ്സ് ആയി കണ്ടു. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു y പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു അനദർ പോയിന്റ് എന്ന് കണ്ടിട്ട് കോൺവെക്സ് അതിനെക്കൊണ്ട് നമുക്കറിയാം രണ്ട് പോയിന്റ്സ് നമ്മൾ ആ സെറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആ സെറ്റിൽ തന്നെ കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രൂഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സിൻസ് കെ ഈസ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു പോയിന്റ്സ് ആർ ഇൻ കെ, അതായത് വൈയും XR plus 1 ആർ ഇൻ കെ, ആൻഡ് ഹെൻസ് വി ഹാവ് ഷോൺ ദാറ്റ് ദിസ് ഹോൾ തിങ് ബിലോങ്സ് ടു കെ. അതായത് മൊത്തം ബിലോങ്സ് ടു കെ ആണ്. അതാണ് നമുക്കവിടെ കാണിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു. വി ഹാവ് ടു ഷോ ദാറ്റ് ദിസ് ബിലോങ്സ് ടു കെ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളത് കാണിച്ചു. ഓക്കെ, സോ ദ റിസൾട്ട് വാട്ട് വി ഹാവ് പ്രൂവ്ഡ് ഇസ്, നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് വേറെ ഒന്നുമല്ല, K is for a K subset of Rn, K is convex if and only if every convex linear combination of points in K belongs to K. Okay, അതാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അതെ, ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺവെക്സ് ഹൾ എന്നാണ് ചോദ്യം. അതായത് വാട്ട് യു മീൻ ബൈ എ കോൺവെക്സ് ഹൾ ഓഫ് എ സെറ്റ്. ഇഫ് യു ടേക്ക് എ സബ്സെറ്റ് ഓഫ് Rn, say S, ഓക്കെ, S എടുക്കുക, സബ്സെറ്റ് ഓഫ് Rn എടുക്കുകയാണെങ്കിൽ കോൺവെക്സ് ഹെൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എസ് എന്ന് എഴുതാം. അതാണ് കോൺവെക്സ് ഹൾ ഓഫ് എസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ഹൾ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ കോൺവെക്സ് സെറ്റ്സ് ഓഫ് വിച്ച് എസ് ഇസ് എ സബ്സെറ്റ്. ഓക്കെ, ഡിനോട്ടഡ് ബൈ അങ്ങനത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എസ്. അതായത് അത് ശരിക്കും എന്താണ്? എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ കോൺവെക്സ് സെറ്റുകളുടെയും ഇൻ്റർസെക്ഷനാണ്. എസ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ കോൺവെക്സ് സെറ്റ്സ് ഓഫ് വിച്ച് എസ് ഇസ് എ സബ്സെറ്റ്. എസ് സബ്സെറ്റ് ആയിട്ടുള്ള എല്ലാ കോൺവെക്സ് സെറ്റ്സുകളുടെയും ഇൻ്റർസെക്ഷനാണ് ശരിക്കും കോൺവെക്സ് ഹൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് പറയാം, സെറ്റ് ഓഫ് ഓൾ, ശരിക്കും അത് സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് പോയിന്റ്സ് ഇൻ എസ് തന്നെയാണ് കോൺവെക്സ് ഹൾ എന്ന് പറയുന്നത്.
അതായത് നിങ്ങളിപ്പോൾ ഒരു പോയിന്റ് എടുത്തു, ഒരു 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 സെറ്റ് എടുത്തു, ഇപ്പോൾ ഒരു സർക്കിൾ എടുത്തു, നിങ്ങളൊരു ആർട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളെ എസ് എങ്കിൽ ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ മീൻ ഇതിൻ്റെ എന്താ പറയുക, കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താ വരിക, സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് പോയിന്റ്സ് ഇൻ ദിസ് സെറ്റ് എന്താ വരിക? കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സ്പേസ് തന്നെ എടുക്കാം, ഇതൊരു R2 എടുക്കാം. R2 സ്പേസിലുള്ള ഒരു സെറ്റാണ് ഇത് മൊത്തം. ഓക്കെ, ഒരു സർക്കിളാണ് നമ്മൾ എടുത്തുള്ളത് വിചാരിക്കുക, സെൻറ്റേഡ് സം പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ കോൺവെക്സുകൾ എടുത്ത് എന്താ വരിക? ഇതിൻ്റെ കോൺവെക്സുകൾ എടുത്താൽ അത് തന്നെ വരും. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും അതായത് ആ സെറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ സെറ്റാണ് ശരിക്കും അതിൻ്റെ കോൺവെക്സ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ കോൺവെക്സ് സെൽ എന്ന് പറഞ്ഞാൽ അത് തന്നെ വരും, അല്ലേ? അത് തന്നെ വരും. അപ്പോൾ നിങ്ങൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നോക്കി നോക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ല, ഇതൊരു സെറ്റാണ്. ഇത് കോൺവെക്സ് സെറ്റ് അല്ല എന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ഇത് നമ്മൾ കോൺവെക്സ് സെറ്റ് ആക്കുകയാണ്. പക്ഷേ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു കോൺവെക്സ് സെറ്റ് ആക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും എടുക്കും, എന്നിട്ട് അവർ തമ്മിലുള്ള എന്താ പറയുക, എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും കണ്ടുപിടിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്താ വരിക, ഈ ഒരു ലൈനിൽ എല്ലാ പോയിൻറ്റ്സും കിട്ടും. അപ്പോൾ അത് മൊത്തം ഈ സെറ്റിലേക്ക് കവറായി. അങ്ങനെ അവിടെ ഇത് വരച്ചിരിക്കുന്നത്, അതായത് ഫുൾ പോയിൻറ്റ്സ് ഇൻക്ലൂഡറായി. പിന്നെ ഇവിടെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഈ ലൈനിലെല്ലാം ഇൻക്ലൂഡറായി. അങ്ങനെ ഇത് ഈ സെറ്റ് ഇങ്ങനെയായി മാറും. അത് ഇങ്ങനത്തെ ഒരു സെറ്റായി, ഒരു കോൺവെക്സ് സെറ്റ് രൂപത്തിലായി മാറും. അതായത് ഈ സെറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് പോയിൻറ്റ്സ് ഇൻ ദിസ് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോൺവെക്സ് സെറ്റ് രൂപത്തിലേക്ക് അത് മാറി വരും. ഓക്കെ, അതായത് ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഫില്ലായി വരും. അപ്പോൾ ഇത് ഒരു സെറ്റ് എസ് ആണെങ്കിൽ ഇതിൻ്റെ കോൺവെക്സ് സെൽ ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെയുള്ള രണ്ട് പോയിൻറ്റ്സ് എടുത്താൽ അതിൻ്റെ കോൺവെക്സ് സെൽ ഇങ്ങനത്തെ രണ്ട് പോയിൻറ്റ്സ് ഇവിടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ എന്താ പറയുക, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ ഈ ലൈനാണ് വരിക. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ വരും. അങ്ങനെ ഈ ബ്ലാക്കിൽ വരച്ച സാധനമാണ് നിങ്ങൾ സെറ്റെങ്കിൽ അതിൻ്റെ കോൺവെക്സ് സെൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സെറ്റാണ്. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു കോൺവെക്സ് സെറ്റായി മാറും. നിങ്ങൾക്ക് കാണാം, ഒരു സെറ്റായിട്ട് കംപ്ലീറ്റ് ആവും, ഈ ഗ്യാപ്പ് ഫില്ലായി വരും. ഓക്കെ, സോ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിലബസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺവെക്സ് ഫങ്ഷൻസ് എന്നാണ്. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടാണ് ഇന്നിപ്പോൾ റെക്കോർഡ് ക്ലാസ് ഇട്ടത്. കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, സെറ്റ് ഓഫ് എസ് ഇസ് സ്മോളസ്റ്റ് കോൺവെക്സ് സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എസ്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ കോൺവെക്സ് ഹൾ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് കോൺവെക്സ് സെറ്റ് കണ്ടെയ്നിങ് ദ സെറ്റ് എസ് ആണ് ശരിക്കും കോൺവെക്സ് ഹൾ ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, now if you take എന്താ പറയുക, വേറെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. അത് if you take S to be set of all x is that mod x is equal to 1. ഓക്കെ, set of all x is that mod x is equal to 1 എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ സ്പേസ് ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ R2 എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R2 എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 ആണ്. ഓക്കെ, അപ്പം മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പം അതായത് 1 ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിൻറ്റ്സും, അതായത് ഒരു യൂണിറ്റ് സർക്കിളാണ് വരിക. ഓക്കെ, യൂണിറ്റ് സർക്കിളാണ് വരിക. ആ സർക്കിളിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സ് അതാണ് നിങ്ങൾ എസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സർക്കിളിൽ ഉള്ള പോയിൻറ്റ്സിൻ്റെ നിങ്ങൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് കണ്ടാൽ എന്താ വരിക? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതായത് സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കണ്ടാൽ ഈ ലൈനിലെല്ലാ പോയിൻറ്റ്സും വരും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഫില്ലിംഗ് വന്നു. അതുപോലെ നിങ്ങൾ ഇവിടെയും ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ മൊത്തം പോയിൻറ്റ്സും വരും. ഇവിടെ എടുത്താൽ മൊത്തം പോയിൻറ്റ്സ്. അങ്ങനെ നിങ്ങൾ എല്ലാ പോയിൻറ്റ്സും ഈ സെറ്റ് പറഞ്ഞാൽ ഈ ബൗണ്ടറിയാണ്, ഈ ബൗണ്ടറി പോലത്തെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റ്സും എടുത്ത് അതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് നമുക്ക് എന്ത് കിട്ടും? ഈ മൊത്തം ഫില്ലാവും, മൊത്തം പോയിൻറ്റ്സ് നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ശരിക്കും എന്താ പറയുക, അപ്പോൾ അതിൻ്റെ കോൺവെക്സ് ഹൾ എന്താ പറയുക? ഇത് എസ് ആണെങ്കിൽ ഇതിൻ്റെ കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1. മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് വരും, അല്ലേ? അതായത് യൂണിറ്റ് സർക്കിളും അതിൻ്റെ അകത്തുള്ള മൊത്തം റീജിയനും ആണ് അതിൻ്റെ കോൺവെക്സ് ഹള്ളായിട്ട് വരിക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത്
എസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് വരും? അതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. ഓക്കെ, അതുപോലെ എസ് രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ എല്ലാ ലിയർ കോമ്പിനേഷൻസ്, കോൺവെക്സ് ലിയർ കോമ്പിനേഷൻസ് വേർ എക്സ് ഇസ് ആക്ച്വലി 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 1 പ്ലസ് ലാംഡ എക്സ് 2 ആണ് നമ്മൾ കോൺവെക്സ് ഹൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാം. അപ്പോൾ എന്താണ് കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണുള്ള കാര്യം, എന്താ ശരിക്കും കോൺവെക്സ് ഹൾ? കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് കോൺവെക്സ് സെറ്റ് ആണ് ശരിക്കും കോൺവെക്സ് ഹൾ ഓഫ് ആ പർട്ടിക്കുലർ സെറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ സെറ്റിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എല്ലാ കോൺവെക്സ് ലിയർ കോമ്പിനേഷൻസും എടുക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അതായിരിക്കും നമുക്ക് ആവശ്യമുള്ള സെറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോൺവെക്സ് ഹൾ ഡിഫൈൻ ചെയ്യുക. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ വെർട്ടിസസ് ഓർ എക്സ്ട്രീം പോയിന്റ്സ് ഓഫ് എ കോൺവെക്സ് സെറ്റ് എന്താണെന്നാണ്. അതായത് ഒരു കോൺവെക്സ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടിസസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോയിന്റ്സ് എന്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ ഒരു റീജിയനൊക്കെ വരച്ച ഓർമ്മയുണ്ട്. നമുക്ക് ഒരു പോളിഗൺ സ്പേസ് നമുക്ക് സൊല്യൂഷൻ കിട്ടി, നമ്മൾ റീജിയൻ വരച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പോയിന്റിൽ, അതിൻ്റെ ഒരു എൻഡ് പോയിന്റിലായി നമുക്ക് സൊല്യൂഷൻ കണ്ടത് നമ്മൾ മാക്സിമൈസ് x2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുപോലെ അതൊരു പോളിഗൺ റീജിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടിസസ് എന്താണ്, അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു പോയിന്റ് എക്സ് ഓഫ് എ കോൺവെക്സ് സെറ്റ് എക്സ് ഇസ് എൻ സെറ്റ് കെ ഈസ് എൻ എക്സ്ട്രീം പോയിന്റ് ഓർ വെർട്ടെക്സ് ഓഫ് കെ if it is not possible to find any two points x1 x2 in k such that x can be expressed as 1 minus lambda times x1 plus lambda times x2 where 0 less than lambda less than 1. അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ R2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സപ്പോസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റീജിയൻ എടുത്തു, ഒരു പോളിഗൺ റീജിയൻ എടുത്തു. ഓക്കെ, ഇങ്ങനത്തെ റീജിയൻ എടുത്തിട്ട് ഈ പോയിന്റ്, ഈ മൂലക്കുള്ള ഈ പോയിന്റാണ് സപ്പോസ് എക്സ് എന്ന് വയ്ക്കാം. അപ്പോൾ ഈ എക്സിനെ നമുക്ക് ഒരിക്കലും എങ്ങനെ എഴുതാൻ പറ്റില്ല, ഈ സെറ്റിൻ്റെ അകത്തുള്ള രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 0 ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല. ഓക്കെ, 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ഈ സെറ്റിലെ പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുക, വെർട്ടിസസ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയാം. അപ്പം അതായത് ഇതിൻ്റെ ഓരോ മൂലയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം, അല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു write them as a convex clear combination of some or 2 points in that particular set. അപ്പോൾ വേറെ എക്സാമ്പിൾസ് പറയാൻ വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങളെ റീജിയൻ, ഇപ്പോൾ നിങ്ങളെ റീജിയൻ ഒരു സർക്കിളാണെങ്കിൽ, കോൺവെക്സ് റീജിയൻ സർക്കിളാണെങ്കിൽ ഒബ്വിയസ്ലി സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് ബൗണ്ടറിയിലുള്ള പോയിന്റ്സ്, അതൊരിക്കലും എന്താവില്ല. അതെ, അതൊക്കെയാണ് ശരിക്കും എന്ത് എക്സ്ട്രീം പോയിന്റ്സ് അല്ലെങ്കിൽ വെർട്ടിസസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കും എന്താ പറയുക, വെർട്ടിസസ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ബൗണ്ടറിയിലൊരു പോയിന്റ് എക്സ്ട്രീം പോയിന്റ് ആവില്ല, അല്ലെങ്കിൽ വെർട്ടെക്സ് ആവില്ല. കാരണം നമുക്ക് ഈ പോയിന്റിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും, ആ ലൈനിൽ വരുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ഇപ്പോൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഷാർപ്പ് എഡ്ജസിൽ വരുന്ന പോയിന്റ്സ് ആണ് ശരിക്കും എക്സ്ട്രീം പോയിന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, വെർട്ടെക്സ് എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പറയുമ്പം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ വെർട്ടെക്സ് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പോയിന്റ് ഓഫ് കെ വിച്ച് ഇസ് നോട്ട് എ വെർട്ടെക്സ് ഓഫ് കെ ഈസ് എൻ ഇൻറ്റേർണൽ പോയിന്റ് ഓഫ് കെ. അതായത് പോയിന്റ് കെയിലുള്ള ഒരു പോയിന്റ് വിച്ച് ഇസ് നോട്ട് എ വെർട്ടെക്സ്, അങ്ങനത്തെ ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേർണൽ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഓൾ ഇൻറ്റേർണൽ പോയിന്റ്സ് ഓഫ് എ കോൺവെക്സ് സെറ്റ് ഈസ് ദംസെൽഫ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺവെക്സ് സെറ്റ്. അപ്പം അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിസസ് ഒഴിവാക്കിയാൽ കിട്ടുന്ന സെറ്റ് പറഞ്ഞാൽ കോൺവെക്സ് തന്നെ ആയിരിക്കും. വിൽ ബി ആക്ച്വലി എ കോൺവെക്സ് സെറ്റ്. സോ അതൊക്കെയാണ് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ്. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈപ്പർ പ്ലെയിൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹൈപ്പർ പ്ലെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹൈപ്പർ പ്ലെയിൻ എന്താണ്, അല്ലേ? അതായത് ഒരു ലീനിയർ ഫംഗ്ഷണലിൻ്റെ എന്താ നൾ സ്പേസ്, അല്ലേ, ഒരു ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
അപ്പോൾ ഹൈപ്പർ പ്ലെയിൻ ശരിക്കും വേറെ ഒന്നല്ല, ഇപ്പോൾ n ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ അതിൽ n-1 ഡയമെൻഷൻ സ്പേസ് ഉള്ള ഒരു സബ് സ്പേസ് ആണ് അല്ലേ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഇതിൽ പറയുമ്പം ഇവർ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ let x belongs to Rn, then and c not equal to 0, a constant row n vector and alpha is in R. Then we define a hyperplane as, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ഹൈപ്പർപ്ലെയിൻ set of all x such that cx equal to alpha. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഹൈപ്പർ പ്ലെയിൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ആർ എൻ എടുക്കുകയാണെങ്കിൽ ആറിൽ എടുക്കുകയാണെങ്കിൽ n-1 ഡയമെൻഷനുള്ള ഒരു സബ് സ്പേസ് ആണ് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ R2 എടുക്കുകയാണെങ്കിൽ എന്താ വരിക, R2 എടുക്കുമ്പോൾ അതിൻ്റെ n-1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2-1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ലൈൻസ് ആണ് ഹൈപ്പർ പ്ലെയിൻസ് വരിക. അതുപോലെ R3 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഡയമെൻഷൻ 3 ഡയമെൻഷൻ, തൊട്ട് താഴെ 2 ഡയമെൻഷൻ. അപ്പോൾ 2 ഡയമെൻഷനിൽ വരുന്ന ശരിക്കും എന്താണ് ഹൈപ്പർ പ്ലെയിൻസ് എന്നാൽ പ്ലെയിൻസ് ആണ്. ഓക്കെ, നമ്മളതിലുള്ള പ്ലെയിനുകളാണ് അതിൻ്റെ ഹൈപ്പർ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതൊരു നിങ്ങളിത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ എന്താ വരിക, സെറ്റ് ഓഫ് ഓൾ എക്സ്, സോ എക്സ് ഈസ് ഇൻ Rn. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് എക്സ് ഈസ് ഇൻ Rn, സോ ലെറ്റ് മീ ടേക്ക് എക്സ് ടു ബി x1 x2 എക്സെട്ര xn. ഓക്കെ, Rnലുള്ള വെക്ടറാണ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ, പിന്നെന്താ സി, എന്താ സി ഈസ് നോട്ട് ഈക്വൽ ടു 0 എൻ്റെ കോൺസ്റ്റൻറ്റ് റോ വെക്ടർ, കോൺസ്റ്റൻറ്റ് റോ n വെക്ടർ ആൻഡ് ആൽഫ ബിലോങ്സ് ടു ആർ. അപ്പോൾ സി ഒരു കോൺസ്റ്റൻറ്റ് റോ വെക്ടറാണ്. അത് സം സി എന്ന് എടുക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എടുക്കാം. കോൺസ്റ്റൻറ്റ് റോ വെക്ടറിനാണ് നമ്മൾ സി ഡിനോട്ട് ചെയ്യുന്നത്. സംതിങ്, സപ്പോസ് ഇറ്റ് ഈസ് സം k എക്സെട്ര k n ടൈംസ്. ഓക്കെ, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് റോ n വെക്ടർ ആൻഡ് ആൽഫ ബിലോങ്സ് ടു ആർ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ x1 x2 എക്സെട്ര xnൻ്റെ കളക്ഷനാണ് ശരിക്കും നിങ്ങളെ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ സംഭവം, ഇത് വേറെ ഒന്നുമല്ല, kx1 പ്ലസ് kx2 എക്സെട്ര പ്ലസ് kxn ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ ഓബ്വിയസ്ലി എന്താ പറയുക, ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഡയമെൻഷൻ n-1 ആയിരിക്കും അല്ലേ. കാരണം ഇവിടെ n വേരിയബിൾസും അതുപോലെ 1 ഇക്വേഷനാണുള്ളത്. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പം എന്താ സംഭവിക്കാം, നമ്മളെ റാങ്ക് രണ്ടും സെയിം ആണ്, നല്ല സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് റാങ്കും സെയിം ആണ്. അതുപോലെ വേറെ എന്താ കിട്ടുക നമുക്ക്, അതെ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ n-1 എൻട്രീസ് നമ്മൾ കോൺസ്റ്റൻസ് എന്താ പറയുക വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു n-1 ഡയമെൻഷണൽ സ്പേസ് നമുക്ക് കിട്ടുക. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ എൻ ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, ഹൈപ്പർ പ്ലെയിൻ നമുക്ക് ഇങ്ങനെ, ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ എക്സിൻ്റെ കളക്ഷൻ ആണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്ന് വിളിക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് സി എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ആൽഫയാണ്. നമ്മൾ ഇതിവിടെ ഈക്വൽ ടു ആൽഫയാണ്, ലെസ് ദാൻ ഈക്വൽ ടു ആൽഫയാണ് നമ്മൾ അതിൻ്റെ ഒരു ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് വിളിക്കും. ഓപ്പൺ ഹാഫ് സ്പേസ് ആണ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് സി എക്സ് ലെസ് ദാൻ ആൽഫ ആവുന്നത്. അങ്ങനെ ആവുന്ന എല്ലാ പോയിൻറ്റ്സിനും ഒരുമിച്ച് കളക്ഷൻ നമ്മൾ ഓപ്പൺ ഹാഫ് സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളാണ്. ഞാൻ എഴുതിയിട്ടുണ്ട് R2 hyperplane is straight line, R3 hyperplane is a plane. Okay, so these things just keep in mind. ഇതൊക്കെ റിഫ്രഷിംഗ് ആണ്, നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഹൈപ്പർ പ്ലെയിൻസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ സപ്പോർട്ടിങ് ഹൈപ്പർ പ്ലെയിൻ എന്താണെന്നാണ് നെക്സ്റ്റ് വൺ. അപ്പം എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ്, നോട്ട് നെസസറിലി കോൺവെക്സ് ആയിക്കോണമെന്നില്ല. and let Cx is equal to alpha be hyperplane which means S such that S is contained either in half plane Cx less than equal to alpha or in Cx greater than equal to alpha. Then Cx is equal to alpha is called a supporting hyperplane to the set S. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ നിങ്ങൾ R2 സ്പേസ് എടുക്കുക. ഓക്കെ, R2 സ്പേസ് എടുത്താൽ അവിടെയുള്ള ഒരു ഹൈപ്പർ പ്ലെയിൻ ശരിക്കും എന്താ, ഒരു ലൈനാണ്. ഓക്കെ, ഒരു ലൈനാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, സോ അപ്പോൾ നിങ്ങളെ എസ് എന്ന സെറ്റ്, സപ്പോസ് ഒരു സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, യു ഹാവ് എ സെറ്റ് എസ്. ഓക്കെ, അപ്പോൾ ഇതിനെ മീറ്റ്, അതായത് ഇറ്റ് സേസ് ദാറ്റ് Cx equal to alpha be hyperplane which meets S.
അപ്പം ഇതിനെ മീറ്റ് ചെയ്യുക വെച്ചാൽ ഒരു പോയിന്റിൽ ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒരു മൊത്തം ഒരു ലൈനിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ഇറ്റ് മീറ്റ്സ് the set S. Okay, says that S is contained either in the half plane CS less than equal to alpha or CS greater than equal to alpha. അതായത് ഒന്നെങ്കിൽ ഈ റീജിയനിലേക്കായിരിക്കും നിങ്ങൾ എസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ റീജിയനിലേക്കായിരിക്കും എസ് ഉണ്ടാവുക. ഓക്കെ, അതായത് വിച്ച് മീറ്റ്സ് എസ് സസ് ദാറ്റ് എസ് ഇസ് കണ്ടെയ്ൻഡ് ഐദർ ഇൻ ദ ഹാഫ് സ്പേസ്, ഒന്നെങ്കിൽ എസ് ഇവിടെയാണ് അല്ലെങ്കിൽ എസ് മുകളിലേക്കുള്ള റീജിയനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എക്സ് ഈക്വൽ ടു ആൽഫ ഈസ് കോൾഡ് സപ്പോർട്ടിംഗ് ഹൈപ്പർ പ്ലെയിൻ ടു ദ സെറ്റ് എസ്. അതായത് ഈ എസിനൊരു സപ്പോർട്ടിംഗ് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം R2 നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. R2 അല്ല, ഇൻ ജനറൽ R2 പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും ഇത്. പക്ഷേ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും ഇൻ ജനറൽ ആണ്. ഓക്കെ, ഇൻ ജനറൽ ആണ് ഈ ഡിസ്കഷൻ വരുന്നത്. RL-ലാണ് നമ്മൾ ഡിസ്കഷൻ വരുന്നത്. പക്ഷേ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഈ R2ൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ ക്വാഡ്രാറ്റിക് ഫോംസ് എന്താണ്. ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഇഫ് എക്സ് ബിലോങ്സ് ടു Rn, എ ഹോമോജീനിയസ് എക്സ്പ്രഷൻ ഓഫ് the second degree of the form f of x is equal to x transpose ax, where A is a real symmetric matrix of order n, is a quadratic form in n variables x1 x2 etc xn, where x is x1 this column vector x1 x2 etc xn. അപ്പം ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഡിഗ്രി ഹോമോജിനിയസ് എക്സ്പ്രഷനാണ് നമ്മൾ എന്താ പറയുക ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്. വേർ എ വിൽ ബി ആക്ച്വലി എ റിയൽ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ആൻഡ് ഓൾസോ എക്സ് ഇസ് നത്തിങ് ബട്ട് എ വെക്ടർ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുക, എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ആക്ച്വലി x1 സ്ക്വയർ പ്ലസ് 2x2 സ്ക്വയർ മൈനസ് 7x3 സ്ക്വയർ മൈനസ് 4x1 x2 പ്ലസ് 6x1 x3 മൈനസ് 5x2 x3 ആണ്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം? ഈ എഫ് ഓഫ് എക്സ് ശരിക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡിഗ്രി നിങ്ങൾക്ക് കാണാം, എല്ലാ ടേംസിനും ഡിഗ്രി 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഫോമിൽ എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഈ എ കണ്ടുപിടിക്കണം. എക്സ് നമുക്കറിയാം, ഇവിടെ 3 വേരിയബിൾസ് ഉള്ളത്. അപ്പോൾ x1 x2 x3 ആണ് നിങ്ങളെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് നമ്മൾ ഈ കേസിലുള്ള സിമെട്രിക് മെട്രിക്സ്. നമുക്ക് ആ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു 3x3 സിമെട്രിക് മെട്രിക്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ 3x3 സിമെട്രിക് മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് ഡയഗണൽ എൻട്രീസ് നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എന്നല്ല, ആവാം. ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെ വരും. ഓക്കെ, ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെ വരും. ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെ വരും. ഈ ഒരു ഫോമിലായിരിക്കും നമ്മളെ ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാവുക 3x3. ഓക്കെ, അപ്പം ഈ ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് ശരിക്കും ആ കറസ്പോണ്ടിങ് എ കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും നമുക്ക് കാണാം ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഈ 3x3 വേരിയബിൾസിൻ്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഡിറൈവ് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അത് ഈ ഒരു ഫോമിലായിരിക്കും. ഒരു എ x1 സ്ക്വയർ പ്ലസ് ബി x2 സ്ക്വയർ പ്ലസ് സി x3 സ്ക്വയർ പ്ലസ് 2e ടൈംസ് x1 x2 പ്ലസ് 2f ടൈംസ് x1 x3 പ്ലസ് 2g ടൈംസ് x2 x3. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഫോം ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. Okay, so if you are considering x to be a vector in R3, then A will be actually a symmetric matrix of order 3x3. എങ്കിൽ നിങ്ങൾ എഫ് എക്സ് ഇക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എ എക്സ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് വരിക, വേർ യുവർ സിമെട്രിക് മെട്രിക്സ് ഇസ് ദിസ് വൺ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്, നമ്മുടെ പ്രോബ്ലത്തിൽ ഇപ്പോൾ ഇതാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എ വരുന്ന എൻട്രി പറഞ്ഞാൽ x1 സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ എ ഇവിടെ 1 ആണ്, അപ്പോൾ ഇവിടെ 1 വരും. പിന്നെ x2 സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഇവിടെ വരുന്ന എൻട്രി അല്ലേ, അതായത് ഇവിടെ വരുന്ന എൻട്രി. അപ്പം അത് 2 ആണ്. അതുപോലെ x3 സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും സി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എൻട്രി, അതായത് ഈ പോർഷൻ ഡയഗണൽ എൻട്രീസ്. അപ്പോൾ 1 2 7 -7 നമുക്ക് നേരിട്ട് ഇവിടുന്ന് ഈ 3 പോർഷൻസ് നിന്ന് കിട്ടി. പിന്നെ 2e എന്ന് പറഞ്ഞാൽ ഈ x1 x2ൻ്റെ കൂടെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ 2e ആയിരിക്കും. അതായത് ഈ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2e എന്ന് പറഞ്ഞാൽ -4 ആയിരിക്കും. അപ്പോൾ ഈ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും -2 കൊടുക്കാം. അതുപോലെ 2f എന്ന് പറഞ്ഞാൽ 6 ആണ്, അപ്പോൾ f 3 ആണ്. അപ്പോൾ ഇവിടെയും ജസ്റ്റ് ഇത് കമ്പയർ ചെയ്താൽ മതി, 3 എന്ന് കൊടുക്കാം. അതുപോലെ 2g എന്ന് പറഞ്ഞാൽ -5 ആണ്, അപ്പം g എന്താവും -5/2 വരും. അപ്പം ജിയും കിട്ടും. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇൻ ജനറൽ 3/3 ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഫോം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രിക് മെട്രിക്സ് ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഒരു എക്സ് ഇൻറ്റു ആ മെട്രിക്സ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ക്വാഡ്രാറ്റിക് ഫോം തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അതായത് പോസിറ്റീവ് ഡെഫിനിറ്റ് ഉണ്ട്, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഉണ്ട്, നെഗറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എക്സെട്ര. പോസിറ്റീവ് ഡെഫിനിറ്റ് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അത് എക്സ് ട്രാൻസ്പോസ് എ എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. എല്ലാ നോൺ സീറോ എക്സിനും എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് there exists at least one non zero vector for which x transpose a x 0 ആയിരിക്കണം. ഓക്കെ, അതായത് നോൺ സീറോ എക്സിനെല്ലാം it should be something like x transpose ax is greater than equal to 0 and at least one non-zero vector എങ്കിലും ഉണ്ടാവണം for which x transpose ax 0 ആയിരിക്കണം. ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എക്സ് എങ്കിലും ഉണ്ടാവണം for which x transpose ax 0 ആയിരിക്കണം. സിമിലർ വേ ഇതിൻ്റെ ഇൻഇക്വാലിറ്റീസ് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് നെഗറ്റീവ് ഡെഫിനിറ്റ് കിട്ടും. അതായത് x transpose ax is less than 0 for all x not equal to 0. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ x transpose ax is less than equal to 0 for all x not equal to 0 and for at least one non-zero vector for which x transpose ax 0 ആയിരിക്കണം. ഓക്കെ, അതാണ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഐഗൺ വാല്യൂസിൻ്റെ ടേംസിലും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ എന്നൊക്കെ ഐഗൺ വാല്യൂസിൻ്റെ ടേംസിലും പറയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. നമുക്കൊരു എക്സസൈസ് ആയിട്ട് യു ക്യാൻ റെഫർ ദാറ്റ്, നിങ്ങളത് കണ്ടുപിടിക്കാം. അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് എക്സാമ്പിൾ, അതായത് x1² + 2x2² + 3xc², ഇത് ശരിക്കും ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ നിങ്ങൾ ഏത് x1 x2 x3 കൊടുത്താലും, ഓക്കെ, നിങ്ങൾ R3ന്ന് ഏതൊരു x1 x2 x3 വാല്യൂസ് കൊടുത്താലും, ഏതൊരു വെക്ടർ ഇഫ് യു ടേക്ക് എനി വെക്ടർ, നിങ്ങൾ R3ന്ന് ഏതൊരു വെക്ടർ x1 x2 x3 എടുത്താലും, ഇത് നിങ്ങൾ എക്സ് എടുത്താലും എന്ത് പറ്റും, വാട്ട് വിൽ യു ഗെറ്റ്, അതായത് x1² + 2x2² + 3xc² എന്ന് എപ്പോഴും അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലേ? ഇതൊരിക്കലും എന്തായാലും എക്സ് നോൺ സീറോ വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം സ്ക്വയേഴ്സ് ആണ്, അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആണ്. അതുപോലെ ഇതിൻ്റെ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 0 കിട്ടുക ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ശരിക്കും ഇതൊരു പോസിറ്റീവ് ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം ആണ്. അതുപോലെ ഇതെടുക്കുകയാണെങ്കിൽ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഏത് എക്സ് നോൺ സീറോ എടുത്താലും നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അത് 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലേ? അപ്പം കാരണം ഇത് സ്ക്വയർ ആണല്ലോ വരുന്നത്, x1 - x2 സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് നമ്പറായി. ഇവിടെ അതുപോലെ പോസിറ്റീവ് ആണ്, കാരണം 4 കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 1 2 3 എടുക്കുകയാണെങ്കിൽ, നിങ്ങളെ വെക്ടർ 1 2 3 എന്ന വെക്ടർ എടുക്കുകയാണെങ്കിൽ, R3 എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് 1 - 2 ഹോൾ സ്ക്വയർ, അതായത് -1 ഹോൾ സ്ക്വയർ 1 ആവും. 1 + 4 × x3², ആകുമ്പോൾ 3², അതായത് 9 4 36, 36 + 1 37 എന്ന് കിട്ടും, വിച്ച് ഇസ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതായത് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവണം. ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ വെക്ടറിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മതി, അതായത് അറ്റ്ലീസ്റ്റ് ഒന്നിനെങ്കിലും ശരിക്കും ഇത് എക്സ് ട്രാൻസ്പോസ് എ എക്സ് 0 ആവണം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, നിങ്ങൾ x1 = x2 എടുക്കുക വെക്ടർ, അതായത് 1 1 എടുക്കുക, പിന്നെ x3 നിങ്ങൾ 0 എടുത്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, അത് 0 ആയി പോകും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ 2 2 0 എടുത്ത് നോക്കും. അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 - 2 0 ഹോൾ സ്ക്വയർ + 4 × 0, അത് 0 ആയി പോകും. അതായത് നമുക്ക് എന്താ കണ്ടീഷൻ വരുന്നത്, ഇത് എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് അറ്റ്ലീസ്റ്റ് ഒന്നിനെങ്കിലും ഒന്ന് കൂടുതൽ നമുക്ക് എന്ത് കിട്ടും, അത് നോൺ സീറോ വെക്ടർ ആയിരിക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നോൺ സീറോ വെക്ടർ ആണ്, സീറോ വെക്ടർ അല്ല. സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കോർഡിനേറ്റ്സും 0 ആകുമ്പോഴാണ് നമ്മൾ സീറോ വെക്ടർ എന്ന് പറയും.
അറ്റ്ലീസ്റ്റ് ഒരു കോർഡിനേറ്റ് എങ്കിലും നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് നോൺ സീറോ വെക്ടർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശരിക്കും ഉള്ളത് ഒരു നോൺ സീറോ വെക്ടറാണ് നമ്മൾ എടുക്കുന്നത്, 2 2 0 അല്ലെങ്കിൽ 1 1 0. അപ്പോൾ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണാം ഇത് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, സെമി ഡെഫിനിറ്റ് ആണോ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ സപ്പോസ് 3x1² - 2x2² നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു എന്താ പറയുക, പോസിറ്റീവ് ഡെഫിനിറ്റും അല്ല നെഗറ്റീവ് ഡെഫിനിറ്റും അല്ല, പോസിറ്റീവ് സെമി ഡെഫിനിറ്റും അല്ല നെഗറ്റീവ് സെമി ഡെഫിനിറ്റും അല്ല. അപ്പം നമ്മളിതിൽ ഇൻഡെഫിനിറ്റ് എന്നാണ് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡെഫിനിറ്റ്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്താക്കാവുന്നേ ഉള്ളൂ. x1 x2 R2 എന്നാൽ x1 x2 എടുക്കുക. യു ടേക്ക് പോയിൻറ്റ്സ് x1 x2 ഫ്രം R2. എന്നിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ഷോ ദാറ്റ് ഈ ഒരു കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ആവുന്നില്ല എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ശരിക്കും അത് ഇതൊന്നും ഈ ഒരു കാറ്റഗറിയിലൊന്നും പെടില്ല. അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവില്ല, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആവില്ല, നെഗറ്റീവ് ഡെഫിനിറ്റ് ആവില്ല, നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആവില്ല, എക്സെട്ര. ഞാൻ പറഞ്ഞു മറ്റേ ഐഗൺ വാല്യൂസിൻ്റെ ടേംസിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ക്യാരക്ടറൈസ് ചെയ്യാമെന്ന്. വേറെ ഒന്നുമല്ല, പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എ എന്ന സിമെട്രിക് മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഐഗൺ വാല്യൂസും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എ എന്ന സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതിൽ സീറോസും ചിലത് 0 വരാം, കുറച്ചെണ്ണം നോൺ 0 വരാം, ആ രീതിയിൽ. നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ ഐഗൺ വാല്യൂസ് എല്ലാം ലെസ് ദാൻ 0 ആയിരിക്കും. ഈ മെട്രിക്സിൻ്റെ നിങ്ങൾ എൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ലെസ് ദാൻ 0 ആയിരിക്കും. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. എല്ലാ ലാംഡായ്സും ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ഐഗൺ വാല്യൂസും ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ഈ കേസ് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഒരു കേസ് പറഞ്ഞല്ലോ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞ കേസ്, അതായത് ഇത് ഈ കേസിലൊന്നും പെടാത്ത കേസ്. അവിടെ ആകുമ്പോൾ എന്താ വരിക വെച്ചാൽ ചില ലാംഡായ്സ് പോസിറ്റീവ് ഉണ്ടാവും, ചിലത് സപ്പോസ് നെഗറ്റീവ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മതി ഈ സെക്ഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് കാണാം, അതൊക്കെ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അത്രയും ആണ് ഇവിടെ ഉള്ളത്. അപ്പം അത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്ട്രാ പറയാൻ തോന്നിയുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ, ജസ്റ്റ് ഒരു ബ്രഷിങ് അപ്പ് ആയിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോൺവെക്സ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് നമ്മുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺവെക്സ് ഫങ്ഷൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ജസ്റ്റ് ഒന്നുകൂടി കാണുക, എന്നിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സോ താങ്ക് യു.